ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തംബ്നെയിൽ ഉണ്ടാക്കുന്ന ആപ്പിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. നമ്മളെല്ലാവരും തംബ്നെയിൽ ഉണ്ടാക്കാണ്ട് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാം. യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് തംബ്നെയിൽ. അട്രാക്റ്റീവ് തംബ്നെയിൽ ഉണ്ടാക്കാൻ നമ്മൾ പലപ്പോഴും കഷ്ടപ്പെടാറുണ്ട്. ഫോട്ടോഷോപ്പ് യൂസ് ചെയ്ത് ചെയ്യുന്നവർക്ക് കുറേയും കൂടി അത് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ സാധിക്കും. അല്ല, സ്മാർട്ട് ഫോൺ വെച്ച് ചെയ്യുന്നതുണ്ട്. സ്മാർട്ട് ഫോൺ വെച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ഇതിന് വേണ്ടി മാത്രം ഒരു ആപ്പ് നമുക്ക് കിട്ടാൻ വേണ്ടി പാടാണ്. പ്ലേ സ്റ്റോറിലുള്ള ആപ്പുകളും വല്ല നമുക്ക് ഉപകാരപ്പെടില്ല. കാരണം നമുക്ക് ലോക്ക് കിട്ടേക്കും, നമുക്ക് ആശ്രമത്ത് പ്ലോട്ട് വാങ്ങണം. സോ ഞാൻ ഇത് നിങ്ങൾക്ക് ഏറ്റവും ഫ്രീ ആയിട്ടും എന്നാൽ ഏറ്റവും കൂടുതൽ ഫങ്ഷൻസുമുള്ള ഒരു ആപ്പാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആപ്പാണ് ഇത്, തംബ്നെയിൽ മേക്കർ. ഇതിൻ്റെ ഓപ്പണായി വരുമ്പോൾ ഇതാണ് ഈ ഇൻ്റർഫേസ്. നമുക്കിതിൽ ന്യൂ എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ 6 മോഡലുകൾ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഏതാണ്, ഇപ്പോൾ ഫേസ്ബുക്കാണ് യൂട്യൂബാണെന്ന് വയ്ക്കാം. ഇപ്പോൾ നമ്മളിതെല്ലാം ഇതിൽ ഓരോന്നിൻ്റെ ടെംപ്ലേറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത്. നമ്മൾ യൂട്യൂബാണ് ഓൾറെഡി യൂസ് ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബ് എടുക്കുമ്പോൾ യൂട്യൂബ് ഡിസ്പ്ലേ ഉണ്ട്, യൂട്യൂബ് കവറുണ്ട്, യൂട്യൂബ് തംബ്നെയിലുണ്ട്. അപ്പോൾ തംബ്നെയിൽ തന്നെ മതി. 14.9 എന്ന ആക്സെപ്റ്റ് റേഷ്യോ യൂസ് ചെയ്യുന്ന ഈ തംബ്നെയിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഇങ്ങനെ വരും. നമുക്ക് ഇതിലേക്ക് ഓൾറെഡി ഫങ്ഷൻസ് വന്നിട്ടുണ്ട്. സൂര്യയുടെ ബർത്ത്ഡേ ആണ്. സൂര്യ എന്നറിയാൻ പാടില്ലാത്തതല്ല നിങ്ങളാരും അറിയാലോ. ഓക്കെ, പുള്ളിയുടെ ബർത്ത്ഡേ ആണ്. നമുക്ക് പുള്ളിയുടെ ബർത്ത്ഡേക്ക് വേണ്ടി തംബ്നെയിൽ ഉണ്ടാക്കുക. ഇപ്പം ഞാൻ ഇമേജിൽ പോകുന്നു, ലെയറിൽ ആഡ് ഇമേജ് കൊടുത്തപ്പോൾ ഇങ്ങനെ റോൾ ചെയ്യുന്നു. എൻ്റെ ഗാലറി കിട്ടുന്ന ഒരു ഇമേജ് ഞാൻ യൂസ് ചെയ്യുന്നു, അത് കൊണ്ട് നോക്കുന്നു. ഇപ്പോൾ ഇമേജ് സ്ക്രീനിനോട് യോജിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഇറേസ് എന്ന ഫങ്ഷൻ യൂസ് ചെയ്ത് അതിൻ്റെ സ്ക്രീൻ വയ്ക്കാം, കൊണ്ട് വയ്ക്കണം. അപ്പോൾ ഈ കളറായിട്ടുള്ള പ്ലേസസ് എല്ലാം ഞാൻ റിമൂവ് ചെയ്യണം. ഇതൊരു സിമ്പിൾ ഫങ്ഷൻസാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പാകത്തിനുള്ളൊരു ഇൻ്റർഫേസാണ് ഈ ആപ്പിൻ്റെയും എല്ലാ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഞാൻ ചെയ്യുന്നത് കാണാം. ഞാൻ ചുമ്മാ കളർ പൊസിഷനിൽ കൊണ്ടുപോയി മാർക്ക് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഓട്ടോ ആണ്. ഇതിൽ ലാസോ ഉണ്ട്, ഫോട്ടോഷോപ്പിലുള്ള ലാസോ മാജിക് ടൂൾ വരെയുണ്ട്, പിന്നെ മാനുവലും ഉണ്ട്. നമുക്കത് നമ്മുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യാം. എനിക്ക് ഇത്രയും കളയുന്നുള്ളൂ. ഓക്കെ കൊടുക്കും. നോക്കുമ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. എനിക്ക് വേണ്ടത് ഹാപ്പി ബർത്ത്ഡേ സൂര്യ എന്നുള്ള ടൈപ്പാണ്. അപ്പം ഞാനിവിടെ ഈ ലെയറിൽ പോയിട്ട് ഇവിടെ ആഡ് ടെക്സ്റ്റ് എടുത്തിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ ഞാനൊരു ഡീഫോൾട്ട് ഫോണിലാണ് വന്നേക്കുന്നത്. ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ബാർസ് വന്നിട്ടുണ്ട്. അതിൽ ഞാൻ ഫോണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാം. ഞാൻ റീസെൻ്റായിട്ട് യൂസ് ചെയ്ത ഫോണ്ട് കളക്ഷനൊക്കെ കിടക്കുന്നത്. ഇതിൽ ഇൻബിൽറ്റായിട്ട് വന്നേക്കുന്ന ഫോണ്ടുകൾ ഇതാണ്. നമുക്ക് നെറ്റ് ചെയ്യാൻ ഡൗൺലോഡ് ചെയ്യാനും കഴിയും. ഇത് യൂസ് ചെയ്യുന്നു. ഹാപ്പി ബർത്ത്ഡേ കൂട്ടിട്ടുള്ള ഹാപ്പി ബർത്ത്ഡേ. സൈസ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. വെച്ചു. പിന്നെ കളറൊന്ന് മാറ്റണം, ചിലപ്പോൾ കളർ മാറ്റണം. അപ്പം ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു യെല്ലോയിഷ് കളറാണ്. യെല്ലോയിഷ് റെഡാണ്. നോക്കി കൊടുത്തു. ഒരു എടുപ്പില്ല. നമുക്കിവിടെ സ്ട്രോക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ സ്ട്രോക്കിൻ്റെ ഒരു പോയിൻ്റ് കിട്ടുന്ന ഇടയ്ക്കാച്ചായിട്ട് എടുപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ന്യൂ ലെയറിൽ പോവാം. അവിടെ വീണ്ടും ടെക്സ്റ്റ് കൊടുക്കാം. ഇനി നമുക്ക് ടൈപ്പ് ചെയ്തു, ഡൺ കൊടുത്തു. അത് കൊണ്ടുവന്നു. അത് ഓൾറെഡി യൂസ് ചെയ്ത അതേ ഫോണിൽ തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് രണ്ടിലും ഒന്ന് തന്നെയാണ് എഴുതിയേക്കുന്നത്. കേട്ടോ, നമുക്ക് ഇതിന് വേണ്ടി കളറോ ഷാഡോസ് കൊടുക്കാം, ഫോണ്ട് മാറ്റാം. പിന്നെ ഇതിൽ ഇമേജ് ആഡ് ചെയ്യാൻ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഇമോഷൻസാണ് ഇതിൽ ഇൻബിൽറ്റായിട്ട് വന്നേക്കുന്നത്. മീമുകളായിട്ടുള്ളത്. അതിൽ ഹ്യൂമൻ ഉണ്ട്. എല്ലാം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് വന്നേക്കുന്നത്. കൂടാതെ ഈ ന്യൂ ലെയറിൽ തന്നെ നമുക്ക് ക്ലിപ്പ് ആഡ്സ് ഉണ്ട്. അതായത് നമ്മുടെ ബർത്ത്ഡേയുടെ എല്ലാം ഡൗൺലോഡ് ചെയ്തിട്ടില്ല, ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് അത് യൂസ് ചെയ്യാം. കൂടാതെ ഇത് ബാക്ക്ഗ്രൗണ്ടുകളുണ്ട്.
ചൂസ് ചെയ്യുന്നു. സെലക്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇങ്ങനെ വരും. കണ്ടോ? ഇപ്പോൾ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടാണ് നിൽക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഫ്രണ്ട് നിങ്ങൾക്ക് കാണാം. ആ ഒരു ഡിസൈൻ ഇങ്ങനെ വന്നു. നമുക്കിത് വേണ്ട. ബാക്ക്ഗ്രൗണ്ട് ഡിലീറ്റ് ചെയ്യണം. അത് വരുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ മതി. ഇതാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തൊരു ബെല്ലൈക്കൻ നിൽക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു ഗെയിമിംഗ് വീഡിയോ വരുന്നത്. ഗുഡ് ബൈ.